7 ജില്ലകളിൽ നിന്നായി 16 ഇനങ്ങളിൽ കുട്ടികളെ സജ്ജമാക്കിയ അധ്യാപകരെ കുറിച്ചാണ് രണ്ടുപേർ. വൃന്ദ മഹേഷ് കലാമണ്ഡലം, ഒപ്പം തന്നെ ഡോക്ടർ മഹേഷും രണ്ടുപേരും. ഇവർ കലാപ്രതിഭ കൂടി ആയിരുന്ന ആളാണ് ഡോക്ടർ മഹേഷ്. എന്തായാലും ഇവരുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ടീച്ചറെ, എത്ര കാലമായിട്ട് ഈ മേഖലയിലുണ്ട്? ടീച്ചർ കലാമണ്ഡലത്തിൽ അല്ലേ ആയിരുന്നു? നമസ്തേ. ഞാൻ 8ാം ക്ലാസ് മുതൽ കലാമണ്ഡലത്തിൽ പഠിച്ചു. അതിനുശേഷം കലോത്സവത്തിലേക്ക് വരുന്നത് ഒരു 10 വർഷം കാലമായിട്ടുള്ളൂ. ഞാൻ അക്കാഡമിക്കലി തന്നെയായിരുന്നു എംഫിൽ ചെയ്തു. ഇപ്പോൾ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ബാംഗ്ലൂർ അലയൻസ് യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ഏകദേശം 8 വർഷക്കാലമായി ഞാൻ ബാംഗ്ലൂർ വർക്കിംഗ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം എല്ലാ വീക്കെൻഡിലും ഓൾമോസ്റ്റ് ഇവിടെ വന്ന് ക്ലാസ്സും എടുത്ത് അങ്ങനെ കുട്ടികളോടൊപ്പം തന്നെയായിരുന്നു. പിന്നെ ഹസ്ബൻഡാണ് ശരിക്കും ഈ കലോത്സവ ഫീൽഡിൽ നിന്ന് വന്നൊരു പ്രോഡക്റ്റ് എന്ന് തന്നെ പറയാം. അദ്ദേഹത്തോടൊപ്പം കൂടിയപ്പോൾ ഞാനും കലോത്സവത്തിലേക്ക് വന്നു. അപ്പോൾ ഏറ്റവും സന്തോഷം, ഈ വർഷം 16 ഇനങ്ങളിൽ ഞങ്ങളുടെ കുട്ടികൾക്ക് പങ്കെടുക്കാൻ സാധിച്ചു. 7 ജില്ലകളിൽ നിന്ന്, അതിൽ ചില ജില്ലകളിൽ നിന്ന് 2-3 ഇനങ്ങളിൽ നമ്മുടെ കുട്ടികൾക്ക് തന്നെ വരാൻ സാധിച്ചു എന്നും അതിലെല്ലാവർക്കും തന്നെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാനും സാധിച്ചു. പുതിയ പുതിയ ഇനങ്ങൾ കൂടുതലും ഞങ്ങൾ സ്വന്തമായി കൊറിയോഗ്രഫി ചെയ്യുന്ന ഇനങ്ങളാണ് ഞങ്ങളുടെ കുട്ടികൾ ചെയ്യുന്നത്. അപ്പോൾ ഈ വർഷവും വ്യത്യസ്തമായ പ്രമേയങ്ങൾ അവതരിപ്പിച്ചിരുന്നു. അത് എല്ലാവരും ഇരു കൈകൾ നീട്ടി സ്വീകരിച്ചു എന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം. ഒരുപാട് അപ്രിസിയേഷൻ ഞങ്ങൾക്ക് കിട്ടി. ഇനങ്ങൾ മോഹിനിയാട്ടം ഹൈസ്കൂൾ സെക്ഷൻ, ഹയർ സെക്കൻഡറി സെക്ഷൻ, ഭരതനാട്യം ഹൈസ്കൂൾ സെക്ഷൻ ഉണ്ടായിരുന്നു ഗേൾസ്, പിന്നെ കൂച്ചുപ്പിടി ഉണ്ടായിരുന്നു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സെക്ഷൻ, പിന്നെ ബോയ് ആലപ്പുഴ ജില്ലയിൽ നിന്ന് വന്നിട്ട് ഹയർ സെക്കൻഡറി സെക്ഷൻ 3 ഇനങ്ങൾ ഭരതനാട്യം, കൂച്ചുപ്പിടി, ഫോക്ക്, ഈ ഇനങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ആലപ്പുഴയിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നത്? ആലപ്പുഴയിലും തിരുവല്ലയിലും 2 സ്ഥലത്തുമുണ്ട്. ഡോക്ടർ മഹേഷിലേക്ക് വരാം. ഡോക്ടർ, ഈ സമയമാകുമ്പോൾ നേരത്തെ നവ്യ നായർക്കൊപ്പം കലാപ്രതിഭയായിട്ടുള്ള ആൾ കൂടിയാണല്ലോ ഡോക്ടർ. മാത്രമല്ല, തുടർച്ചയായിട്ട് 5 വർഷത്തോളം കലാപ്രതിഭയായിരുന്ന ഒരാളാണ്. ഇപ്പോൾ യൂറോപ്പിലാണുള്ളതല്ലേ, ആയുർവേദ ഡോക്ടർ കൂടിയാണ്. ഒന്ന് ഈ സമയമാകുമ്പോൾ ഇങ്ങോട്ട് വരില്ലേ നാട്ടിൽ? അതെ. അതായത് ഞാൻ കലോത്സവ ഫീൽഡിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എൻ്റെ ചെറുപ്പകാലം മുതൽ, അത് 5ാം ക്ലാസ് മുതൽ ഞാൻ മത്സരിക്കുന്ന ഒരാളാണ്. +2 വരെ മത്സരിച്ചു. അത് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി തലത്തിൽ മത്സരിച്ചു. പിന്നെ ആയുർവേദ കോളേജിൽ പോയി ആയുർവേദ കോളേജിൽ മത്സരിച്ചു. അതിനുശേഷം പിന്നെ ഞാൻ കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോഴും കലോത്സവ വേദിയിൽ തന്നെ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കലോത്സവ വേദിയിൽ തന്നെയാണ്. അപ്പോൾ ഈ പഠിപ്പിക്കൽ എന്ന് പറയുന്നത് നമുക്കൊരു ഇഷ്ടമാണ്. ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് മാറ്റി വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം, അതായത് ഒരു യൂറോപ്പിൽ ഇപ്പോൾ 2-3 വർഷമായുള്ളൂ ഞാൻ അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അതിൽ ഓൾമോസ്റ്റ് ഒരു സെപ്റ്റംബർ വരെയൊക്കെ ഞാൻ അവിടെ ആയിരിക്കും. ബാക്കിയുള്ള സമയം കംപ്ലീറ്റ്ലി ഇദ്ദേഹത്തെ സഹായിക്കുക, ക്രിയേറ്റിവിറ്റീസ് ചെയ്യുക, കുട്ടികളെ നന്നായിട്ട് പഠിപ്പിക്കുക, പിന്നെ ഇവിടെ സ്റ്റേറ്റ് വരെ എത്തിക്കുക. കംപ്ലീറ്റ്ലി ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാലത്തുള്ള കലോത്സവവും ഇപ്പോഴത്തെ കാലത്തുള്ള കലോത്സവം തമ്മിൽ ഒരു താരതമ്യ പഠനം നടത്തുമ്പോൾ എങ്ങനെയാവും? എന്താണ് ഒരു അഭിപ്രായം? സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്ക് ഞങ്ങളൊക്കെ മത്സരിച്ചുകൊണ്ടിരുന്ന ആ കാലഘട്ടം തന്നെയാണ് കുറേ കൂടി ഇഷ്ടം. കാരണം അത് ഇപ്പം ഞാൻ പറഞ്ഞത് ഒരു എന്താ പറയുക, മൊത്തത്തിലൊരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഷ് ബോഷ് അതെല്ലാം മാറ്റി നിർത്തിയാൽ അന്നും ആ ഒരു കാലഘട്ടത്തിനനുസരിച്ചുള്ള വൈബ് അന്നും ഉണ്ട്. പക്ഷേ അന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ പിന്നെ കലോത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കസ്ട്രേഷൻസും ഒക്കെ വെച്ചിട്ട് കംപ്ലീറ്റ്ലി പിന്നെ ഓണാണ്. കാരണം സംഗീതജ്ഞരും ഓർക്കസ്ട്രേഷൻസും ഗുരുക്കന്മാരും ആ ഒരു വേദി മൊത്തത്തിൽ അതിൻ്റെ ഒരു സുഖമൊന്നും വേറെയാണ്. ഇപ്പോൾ പിന്നെ CD ആ ഒരു പാട്ട് പിന്നെ റെക്കോർഡഡ് സോങ്സ് യൂസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ എനിക്ക് ബേസിക്കലി അതിനോട് വലിയൊരു താല്പര്യമില്ല. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് ഡിഫറൻസ് തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ കാലഘട്ടം മാറിയല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുട്ടികളുടെ കൂടെ തന്നെ ഞങ്ങൾ ആ ഒരു ജനറേഷനിൽ നിന്നുകൊണ്ട് തന്നെ പഠിപ്പിക്കുന്ന ആൾക്കാരാണ്. അതായത് നമ്മുടെ കുട്ടികൾ നമ്മുടെ വീട്ടിൽ തന്നെ ആയിരിക്കും. എല്ലാവരും കൂടി ഒരു വൈബ്, അവരുടെ വൈബാണ് ഞങ്ങൾക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആക്ച്വലി കംപ്ലീറ്റ്ലി എൻജോയ് ചെയ്യുന്നുണ്ട്. എന്തായാലും 16 ഇനങ്ങളിലാണ് ഇവർ കുട്ടികളെ സജ്ജമാക്കിയത്. പലർക്കും A ഗ്രേഡ് ലഭിച്ചതിൻ്റെ സന്തോഷമുണ്ട്. അങ്ങനെ ആ ഒരു സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇവിടുന്ന് മടങ്ങുന്നത്. ഇതാണ് കലോത്സവത്തിലെ കാഴ്ചകൾ. സുർജിത് അയ്യപ്പത്ത്, 24 തൃശ്ശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.